ഇതെവിടുന്ന്? മുടിയനായ പുത്രനെ നേരെയാക്കിയതിന് ടീച്ചർക്ക് കിട്ടിയ ദക്ഷിണ. പയ്യൻസ് വാങ്ങിച്ചോടെ തന്നാണ്? പയ്യൻസ് അല്ല, പയ്യൻസിന്റെ ഫാദർ പുത്തൂരാഞ്ചി MP. എങ്കിൽ സൂക്ഷിക്കണം, പുള്ളിക്കാരൻ ഏതെങ്കിലും കരിഞ്ഞത്തക്കാരൻ കാഴ്ചവെച്ചതായിരിക്കും. ഏതായാലും സംഗതി കൊള്ളാം. ഇനി ഇത് കണ്ണുപെടണ്ട, വരൂ. ആ, നിങ്ങളിരിക്കെ. മാതാവിന് ഒരു ചെറിയ ഇലൂമിനേഷൻ നടത്തി വെച്ചിട്ട് ഞാൻ വന്ന് വിളിക്കാം. 2 മിനിറ്റ്. ഇതിനിടയ്ക്ക് ആരും വന്ന് എത്തി നോക്കരുത്. I'll call you. അമ്മച്ചിയുടെ കുഴിമാടത്തിലേക്ക് പെൺപിള്ളേരെ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ, അതോ? എന്നൊന്നുമില്ല. പയ്യൻസിന് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ, എസ്പെഷ്യലി പെൺപിള്ളേര്. ഒരുപാട്? അത്ര കുറവൊന്നല്ല. ഗുഡ്. ഈ ഫാൻസ് എന്ന് പറയുമ്പോ അതിൽ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ, അതോ ടീച്ചേഴ്സും പെടുവോ? കാണും. Hey, what happened? നീ എന്തിനാണ് ഇപ്പോൾ ഇവിടെ ഈ ഷോ കാണിച്ചത്? You are speaking nonsense. Shut up, you bloody. ഇവിടെ വന്നിരിക്ക്. I say come and sit here. If you touch me again, I'll bloody kill you. You bloody. എവിടെ രവി? പോയോ? ആ, ഈ തിയേറ്ററായി തലവരാ നിങ്ങളെ വിളിച്ച് വീട്ടിൽ കയറ്റിയിരുത്തി ബാക്കിയുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന ഇടപാടുണ്ടല്ലോ. യു ഷുഡ് സ്റ്റോപ്പ് ഇറ്റ്. അല്ലെങ്കിൽ ആകെ ബോറാവും. എന്താ ഉണ്ടാകാൻ? ഞാൻ ആ ചെറുക്കനോടൊന്ന് തമാശ പറഞ്ഞു, അപ്പൊ അവനത് പിടിക്കുന്നില്ല. എന്നെ അവൻ കൊല്ലും അത്രേ. ബ്ലഡി ഷിറ്റ്. നിന്റെ വീടായി പോയി. അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അവന് കാണിച്ചു കൊടുത്തേനെ. ആ കുട്ടി ഒരു പാവമാണല്ലോ. പാവം നിന്നെയാ പറയേണ്ടത്. കാറും സ്റ്റാറ്റസും കൗണിന്റെ നിറവും കൊണ്ട് അവനെ വിളിച്ച് വീട്ടിൽ കയറ്റി വെച്ചു. ഐ ഹേറ്റ് ദാറ്റ് ബാസ്റ്റർഡ്. അവൻ ഇവിടെ വരുന്നതോ നീ അവന്റെ വീട്ടിൽ പോകുന്നതോ എനിക്ക് ഇഷ്ടമല്ല. ഐ എം മേക്കിംഗ് മൈസെൽഫ് വെരി ക്ലിയർ. ആ കുട്ടി എന്റെ സ്റ്റുഡന്റ് ആണ് തോമസ്. ഹീസ് എ ബോയ്. ബോയ്? ഞാനും ആ പ്രായം കടന്നിട്ട് തന്നെ പോന്നേക്കുന്നേ. നിന്നെക്കാൾ കൂടുതൽ ആ പ്രായത്തെ കുറിച്ച് എനിക്ക് അറിയുകയും ചെയ്യാം. ഒന്നും അറിയാത്ത കുഞ്ഞാണെന്നും പറഞ്ഞ് അവനെ ഡിഫെൻഡ് ചെയ്യാനൊന്നും പോകണ്ട. ഐ നോ പീപ്പിൾ. രാത്രി ഫോൺ ചെയ്ത് ക്ഷമ പറയുകയൊക്കെ ഉണ്ടായി. കുറെ കൂടെ കുടിച്ചു കഴിഞ്ഞപ്പോഴായിരിക്കും എന്നാ തോന്നുന്നേ. ഓ, ഇതൊന്നും നീ അത്ര കാര്യമായിട്ട് എടുക്കണ്ട. ഈ ആണെന്ന് പറയുന്ന ഇനത്തിനെ ഭയങ്കര അസൂയ. ഇല്ലാന്നൊക്കെ അവര് ഭാവിക്കും. അത് ചുമ്മാതാ. പട്ടാളക്കാരനാവുമ്പോ ആ ഭാവിക്കല് കാണില്ല. അതുകൊണ്ടങ്ങ് പ്ലെയിനായി പോവാ. അത്രേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നേ. എന്നാലും എന്നെ ആ കുട്ടി കാണുന്നത് അവന്റെ അമ്മയെ പോലെയാ. എനിക്കതറിയാം. അസൂയ എന്ന് പറഞ്ഞാലും ഒരു ലിമിറ്റുണ്ട് എന്തിനും. ये राइफल खोल के दिखाओ. ये क्या राइफल साफ किया है? दोबारा इसे साफ करके दिखाओ. चलो भागो इधर से. നേര് പറയണം, ഇന്നലെ എന്താ ഉണ്ടായത്? ഇന്നലെ
ക്യാപ്റ്റൻ തോമസുമായിട്ട്? ഓ അത് ഒന്നും ഉണ്ടായില്ല. ഒന്നും? മിസ്സിന്റെ ഫ്രണ്ട് എന്നെ വെറുതെ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോ ഞാൻ ഇങ്ങ് പോന്നു. അതൊന്നും സാറില്ലെന്ന്. എന്താ ഇൻസൾട്ട് ചെയ്തേ? അതൊന്നും ഒന്നുമില്ലെന്ന്. തോമസ് എന്ത് പറഞ്ഞപ്പോഴാണ് രവിക്ക് ദേഷ്യം വന്നത്? എനിക്കത് അറിയണം. എന്നെ ഇൻസൾട്ട് ചെയ്ത അത് ഞാൻ കാര്യമാക്കില്ലായിരുന്നു. മിസ്സിനെയും ചേർത്താൽ വേണ്ടത് അറിയാൻ തുടങ്ങി. അപ്പഴാ കേറ. ബൈ. ഡേസിയുടെ റൂമിൽ പോയിരുന്നു. ഞാൻ വിചാരിച്ചത് അവിടെ നീ വെയിറ്റ് ചെയ്യുന്ന. കുറച്ചേരം നോക്കി, പിന്നെ ഞാനിങ്ങ് നടന്നു. കമ്പനി ഉണ്ടായിരുന്നല്ലേ? പ്ലീസ് ഒന്ന് നിർത്തൂ, ഒന്ന് വണ്ടി നിർത്തൂ. വേണ്ട, തോമസ് പോയിക്കോളൂ. ജീപ്പ് ആക്സിഡന്റ് മരിച്ചോളാന്ന് ഞാൻ ആരോടും വാക്ക് പറഞ്ഞിട്ടില്ല. ആലിസ്, ആലിസ്. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. തോമസിന്റെ ദേഷ്യം കാണുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. പോയിക്കോളൂ. വേണ്ട, ഞാൻ നടന്നോളാം. ദേഷ്യം വന്ന എന്തൊക്കെയാ പറയുന്നെന്നോ കാണിക്കുന്നെന്നോ തോമസിന് തന്നെ അറിയില്ല. ഞാൻ എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? ഓ, ആ പയ്യന്റെ കമ്പനിയെ പറ്റി പറഞ്ഞത്. അത് കാര്യമാക്കണ്ട. എനിക്കെന്തോ അവനെ നിന്റെ ഒപ്പം കണ്ടാൽ അപ്പ കഴിയണം. ഐ കാൻ സ്റ്റാൻഡ് ഹിം. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നു? നീ എന്റെ ആയതുകൊണ്ട്, എന്റെ മാത്രമായതുകൊണ്ട്. റോഡാണെന്നൊന്നും ഞാൻ നോക്കുകയില്ല. ഇനിയും പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ ഞാൻ തൂക്കിയെടുത്ത് വണ്ടിയിലിടും. എന്താ നീ ഉറങ്ങാത്തെ? ആ പെണ്ണിനെ ഓർത്തോണ്ടിരിക്കുക. പോടാ. പിന്നെന്താ നിനക്ക്? ആ മിലിറ്ററിക്കാരനെ പറ്റിയാണോ? എന്തിനാ നിന്നോട് ആളാവുന്നത്? ആരായി ഇവൻ? വെറുതെ മിലിറ്ററിയുടെ കുപ്പായ ഉണ്ടെന്നും പറഞ്ഞു. വെക്കേഷന് വീട്ടിൽ വരുമോ? എന്താ അത് രവി? എന്തിനാ ഞാൻ ഇപ്പൊ വീട്ടിൽ വരുന്നു? എല്ലാവർക്കും രവി ഒന്ന് കാണണ്ടേ? എന്റെ ഡാഡിക്കും മമ്മിക്കും ബ്രദറിനും ഒക്കെ. അയ്യേ, അവരൊക്കെ ചിരിക്കുന്നേ. എന്തിന്? അതങ്ങനെ.
man. Don't try to get him. Move away. Come on. Thomas, what's this? Come on. Come to Will you this. please keep quiet? Hey. Will you please keep Diane. quiet for a minute? He's my guest. My guest, I say. All of you get back. Go to the hospital. Let's go. Go. Just stop it, boys. Please. Come on. Move back. പറഞ്ഞ കേൾക്കില്ലടാ കഴുത. What happened here? നിന്നടത്? You're that man. നിന്നടത് captain sir? എന്നെ നടക്ക വേണ്ടിയത്? Is it a school or a rowdy street or a mental asylum for cracks? Cool down. എന്താ ഉണ്ടായത്? That fellow. അവൻ എന്നെ ജീപ്പിൽ ചാരി നിൽക്കാൻ നോക്കൂ. ഞാൻ പറഞ്ഞു അവനോട്. I told him twice. Oh please don't take it seriously sir. We will take necessary action. വെളിയിലിருந்து വர ഗസ്റ്റ് കൂടെ സ്റ്റുഡൻസ് കറക്ഷൻ കൂടെ ചട്ടമേരിക്കും. It is there. I will report the principal and take necessary action. അതെല്ലാം ഒന്നും വേണ്ട. Come on, Thomas. Come on. Please. Don't be silly. Come on. ജീപ്പ് പോകുമ്പോൾ ആരും ശതമാനം don't make any noise. Move. Please, Come on, go to the come on. Get back. Move. We will go. അതിന് രവി എന്ത് പഠിച്ചു? അവനാണ് ഇതിന്റെ പിറകിൽ. അവനായത് മുഴുവൻ ഒപ്പിച്ചത്. He is taking vengeance. ഒരിക്കലും ഇല്ല. രവി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. നിനക്കല്ലേ അറിയാവുന്നത്? എനിക്കറിയാം. ഓ തെറ്റാണല്ലോ അല്ലേ? അതേ തന്നെ കൂട്ടിക്കോ. പെറ്റിങ് കൂടിപ്പോയതുകൊണ്ട് ഇപ്പൊ ഞാനിവിടെ ഒരു ശല്യമായി മാറുകയാണോ? ആണോ? മേലാൽ തോമസ് ആ രീതിയിൽ ഇവിടെ നിന്ന് സംസാരിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. നിന്റെ ഇഷ്ടം നോക്കിയിട്ട് വേണമായിരിക്കും അപ്പൊ ഞാനിനി സംസാരിക്കേണ്ടത്. തൽക്കാലം. വേണ്ട, ലൈറ്റ് ഓഫ് പണിട്. ഫോൺ അടിക്കരുത്. പരവായില്ല. മാമചേട്ടൻ മാറി വേഗം. എനിക്ക് എന്റെ പെണ്ണിനോടൊന്ന് സംസാരിക്കണം. അത് നീയൊന്നും കേൾക്കാൻ പാടില്ല. എനിക്ക് എന്റെ പെണ്ണിനോടാ പറയാനുള്ളത്. ഇവളാരാ? അരോടെ നീ ആളാ വന്ന്? ഞാനേ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിയാ. കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാ നിനക്ക് മനസ്സിലാവോ? നിനക്ക് മനസ്സിലാവുകയല്ല. കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിക്ക് അവന്റെ പെമ്പിളെ നിലക്ക് നിർത്താൻ അറിയാം. അതാ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാല്. നിന്റെ ഇഷ്ടത്തിന് ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞാ
അതിവിടെ നടക്കുകയില്ല. എന്റെ ഇഷ്ടത്തിന് ഞാൻ സംസാരിക്കും. എന്റെ ഇഷ്ടത്തിന് ഞാൻ സംസാരിക്കുമ്പോ അത് കേക്കലാ നിന്റെ ജോലി. അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞ നിന്റെ ഇഷ്ടത്തിന് ഞാനെങ്ങനെ സംസാരിക്കുന്നേ? അറിയുന്നില്ല, മറ്റവനെ നോക്കിയാ മതി. മറ്റവനെന്ന് പറയുമ്പോ ഞാൻ നിന്റെ അപ്പനെ പറയല്ല, അത് ഞാൻ പറയുകയല്ല. മറ്റവനെന്ന് പറഞ്ഞാൽ നിന്റെ പോവാം സാർ. താമ്പോടോ. എന്റെ പെണ്ണിനോട് ഞാൻ സംസാരിക്കുമ്പോ അത് നമുക്ക് രാവിലെ സംസാരിക്കാം സാർ. ഇതിപ്പം പാരാത്രിയില് മോശം. അത് ആരാണോ തീരുമാനിക്കുന്നത്? അവള് പറയട്ടെ. എന്റെ പെണ്ണ് എന്നോട് പറയട്ടെ പോവാൻ. എങ്കിൽ ഞാൻ പോവാ. കണ്ടോ, അവൾ എന്നോട് പറയത്തില്ല. അവക്ക് എന്നോട് പറയാൻ ഒക്കത്തില്ല. എന്നോട് അവക്കത് പറയാൻ ഒക്കത്തില്ല. അവക്ക് എന്നോട് പറയാൻ ഒക്കാത്തോണ്ടാ. കോഫി. ഹലോ ആലിസ്, ഇന്നലെ ഐ എം സോറി ആലിസ്.